നീ എവിടെ? ഞാനിവിടെ ഉണ്ട്. എവിടാന്ന് പറയുന്നത്? ഓക്കെ. ഓഹോ, തോന്നി. നീ എവിടെ ഇരി, ഞാൻ എത്തി. മുഖമൊക്കെ വിളറിയിരിക്കുന്നുണ്ട്. അയ്യോ, നോക്കി നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ കാർത്തികേ. ഇത്തവണ പറഞ്ഞില്ലെങ്കിൽ ഇനി പറയാനേ പറ്റത്തില്ല കേട്ടോ. യെസ്. ഈ സ്ഥലത്തിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടായിരുന്നല്ലേ. ഒരു ഗൗതം വാസുദേവ ഫ്രെയിമല്ലേ ഞാനീ കാണുന്നത്. ഇപ്പോൾ അവളെ ഫോക്കസ് ചെയ്തൊരു ഫ്രെയിം വെച്ചിട്ട് ആ ഫ്രെയിമിലേക്ക് ഞാൻ നടന്നു വരുമ്പോൾ അവളെ ബ്ലർ ചെയ്ത് എൻ്റെ സ്റ്റൈലിഷ് നടത്തം ഫോക്കസ് ചെയ്തൊരു ബീജിയും കൂടെ വന്നാലുണ്ടല്ലോ, സൂപ്പറായിരിക്കും. ബീജിയും അതെല്ലാം കാണുന്നുണ്ടോ? ഇല്ല. നിനക്ക് ആ ബുള്ളറ്റ് മാറ്റാറായില്ലേ? എൻ്റെ സിനിമയുടെ കാര്യമൊക്കെ എന്തായി? ഈ വർഷം വല്ലതും നടക്കുമോ? മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കൂടി. മാഡം ഇപ്പോഴും അവനെ ആലോചിച്ചോണ്ടിരിക്കുകയല്ലേ? ഞാൻ അവനെ ആലോചിച്ചോണ്ടിരിക്കാന്ന് നിന്നോട് പറഞ്ഞോ? ഞാൻ എന്തിനാ അവനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ അവനെ അല്ലല്ലോ, അവൻ എന്നെ അല്ലേ തേച്ചേ? അതോ എൻ്റെ മറ്റേ എക്സ് കാമുകിക്ക് വേണ്ടി? എനിക്കൊരു സങ്കടവും ഇല്ല. അല്ലേലും ആർക്കാണ് നഷ്ടം? അവന്. എനിക്കെന്തിനാ സങ്കടം? ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? സങ്കടമില്ല കാർത്തികേ, ഇതാണ് കറക്റ്റ് ടൈം. ഇപ്പം പ്രപ്പോസ് ചെയ്താ ഓക്കെ. സേറ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ അവനെ എന്തോ ഇഷ്ടപ്പെട്ടതാ. അവനോട് എന്തോ കാര്യങ്ങൾ ചെയ്തു. വീട്ടുകാരെ വേറെ ഉറപ്പിച്ചില്ല നീ അവന് വേണ്ടി. എന്നിട്ട് വേറൊരു പെണ്ണ് വന്നപ്പോൾ അവൻ അവളുടെ കൂടെ പോയി. ഇതാ പറയുന്നേ, അർഹിക്കുന്നവർക്ക് മാത്രമേ സ്നേഹം കൊടുക്കാവൂന്ന്. എന്താ സൗണ്ട്? പട്ടി മനസ്സുണ്ട്. ഇനി ഇവിടാണോ? എടാ നീ കരയാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ. എടുത്ത ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കരയാതിരിക്കൂല്ലേ? വീണ്ടും സാറ, നിനക്ക് അവനോട് ഇഷ്ടമാണെന്ന് നീ ആദ്യം ആരോടാ പറഞ്ഞേ? എന്നോടല്ലേ? നിനക്ക് അവനോടുള്ള ഇഷ്ടം ആദ്യം ആരും അവനോട് പറഞ്ഞേ? ഞാനല്ലേ? അവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്നോട് ഉണ്ടായിരുന്നേരാ? അതും ഞാനല്ലേ? അപ്പം നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആർക്കാ? എനിക്കല്ലേ? ഈ ചിങ്ങത്തിന് 22 വയസ്സാവും. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ കൊടുക്കാതെ ആഗ്രഹം. എന്നാ ഞാൻ അങ്ങോട്ട് ചട്ടി ഡോക്ടർ ഉണ്ടാവോ?
എടാ നിനക്ക് എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. ഓ ഫ്രഷ്. അല്ല നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഇത് കാണാതെ പഠിച്ച ഡയലോഗാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ആണുങ്ങൾക്ക് നിന്നെക്കാൾ നല്ല ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടും. പക്ഷേ അത് നശിച്ച സമയത്ത് നീയൊക്കെ മനസ്സിൽ കയറി പോയോണ്ടാണ് നിൻ്റെ ഈ പോരാടാൻ ചോദിക്കുന്നത്. അല്ലാതെ സൗന്ദര്യം നോക്കി മാത്രം പോകുന്നതല്ലേ ആണുങ്ങൾ. ഇനി മേലെ ഒരു ആൺചക്കൻ്റെ മുഖത്ത് നോക്കി ഡയലോഗ് ചോദിച്ചോണ്ടല്ലോ. ഇവിടെ എല്ലാ പെൺപിള്ളേരെയും പോലെ പാസ്റ്റ് തന്നെയാണ് എൻ്റെയും പ്രശ്നം. ഇപ്പം നിനക്കത് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പോകെ പോകെ അതിപ്പോൾ ഒരു വലിയ കുഴപ്പമായിട്ട് മാറും. എനിക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാം. എടി പാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് കൂടെ കൂട്ടി എന്താ വണ്ടി കച്ചടോ? രണ്ട് മനുഷ്യർ തമ്മിലുള്ള കാര്യമടി. ഇതിലേക്ക് എന്ത് പാസ്റ്റ് നോക്കാനടി? എന്താ മിണ്ടാത്ത? എന്തായാലും ഒന്ന് മാ തുറന്ന് പറഞ്ഞേ. എന്താ ഇവരുടപ്പില്ലേ? നിനക്ക് എപ്പോഴൊന്നും പറയില്ലല്ലോ അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. വേണ്ടെന്നല്ലേ അനുഭവിക്കവള്. എവിടെ പോയി? അപ്പൊ എനിക്ക് നിനക്ക് നല്ല കുട്ടിനെ കിട്ടുമെന്ന് പറഞ്ഞതോ? കിട്ടില്ല. അപ്പൊ നിന്റെ പാസ്റ്റ് നോക്കാൻ പാടില്ല. അപ്പൊ എന്റെ ബുള്ളറ്റോ? കുഴപ്പമില്ല. അപ്പോ വണ്ടി എടുക്കണം. എടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ 5 വർഷം ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. ഇതുവരെ ഇവനെന്നെ വഴി കിടന്നിട്ടില്ല. ഇനിയും അങ്ങനെ കിടത്താനും. പക്ഷെ ചെറിയ കുശുമ്പും പിണക്കമൊക്കെ കാണും. പക്ഷെ നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണം. അപ്പോൾ പോവല്ലേ?